മറ്റന്നാൾ റാസ് കൂടാനായിട്ട് റെഡിയായി വന്നപ്പോഴാണ് ഹന്ന പറയുന്നത്, കഴിയുന്ന ആൾക്കാർ ശുഭ്രവസ്ത്രധാരിയായി വരണമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് വെച്ചാൽ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് വരണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നാട്ടിലായതുകൊണ്ട് കോമറ്റ് ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. എറണാകുളത്തെ അത്ര തിരക്കില്ലെങ്കിലും പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, കാർത്തികപ്പള്ളി. അതാണ് നമ്മളുടെ പള്ളി. സന്ധ്യാനമസ്കാരത്തിന് ശേഷമാണ് റാസ സ്റ്റാർട്ട് ചെയ്തത്. ഈ റാസയിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട്, ജാതി മതഭേദമന്യേ എല്ലാവരും. കാർത്തികപ്പള്ളി പ്രദേശം ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഈ റാസ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ആളുകൾക്കും അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. റാസയിൽ കുരിശെടുക്കുന്നത് പൊതുവെ ഏതെങ്കിലും ഒരു ആഗ്രഹം പ്രാർത്ഥിച്ച് സാധിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനോ വേണ്ടിയാണ്. പൊതുവെ ഉപകാരസ്മരണയായിട്ടാണ് കുരിശെടുക്കുന്നത്. കുരിശ് മാത്രമല്ല, മുത്തുക്കുടകളും ആൾക്കാർ നേർച്ചയായിട്ട് എടുക്കാറുണ്ട്. റാസ വളരെ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത്. ചെണ്ടമേളവും ബാൻഡും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ ധാരാളം ഫയർ വർക്ക്സും ഉണ്ടാകും. നമ്മുടെ ഈ പള്ളി തോമസ് ലീഹയുടെ നാമത്തിലായതുകൊണ്ട് തന്നെ തോമസ് ലീഹയുടെ ഓർമ്മ പെരുന്നാളാണ് നമ്മൾ കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ റാസ നടത്തുന്നതും. കുഞ്ഞു കുട്ടികളുടെ ഒരു ടാബ്ലോയും ഒരു വാനിൽ ഈ റാസയോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. മാലാഖമാരുടെ വേഷത്തിലും മാതാവിൻ്റെ വേഷത്തിലും കുട്ടികളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാർമ്മികത്വം വഹിക്കുന്ന അച്ഛന്മാർ ധരിച്ചിരുന്ന തൊപ്പി പ്രാചീന കാലത്തുള്ള അച്ഛന്മാരുടെ രീതിയിലുള്ള തൊപ്പിയായിരുന്നു. ഞാനും അത് ആദ്യമായിട്ടാണ് കാണുന്നത്. റാസ പള്ളിയിൽ തുടങ്ങി പള്ളിയിൽ തന്നെ വന്ന് എന്ത് ചെയ്യും. അതിനുശേഷം വാഴ്വും ആശീർവാദവും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുൾ ഓൺ എൻ്റർടൈൻമെൻ്റ് ആണ്. സൂപ്പർ ബാൻഡ് മേളവും അതിനോടൊപ്പം തന്നെ ചെണ്ടമേളവും പിന്നെ മൊത്തം ഫയർ വർക്ക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയെന്നറിയാവുന്നത് കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു.